വെള്ളിയാഴ്ചയിലെ ട്രേഡിംഗ് സെഷനിൽ ഇന്ത്യൻ മാർക്കറ്റ് ഒരു നേരിയ പ്രോഫിറ്റ് ബുക്കിംഗ് കാണിച്ചുവെങ്കിലും കഴിഞ്ഞ ആഴ്ച ഇന്ത്യൻ മാർക്കറ്റ് മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കുകയും നിഫ്റ്റി 4.2% വീക്കിലി ബേസിസിൽ ഉയരുകയും ചെയ്തു. കൂടാതെ 25,000-ന് മുകളിൽ മാർക്കറ്റ് ക്ലോസിംഗ് നൽകിയതും ഇൻവെസ്റ്റേഴ്സിൻ്റെ ആത്മവിശ്വാസത്തെ ഉയർത്തുന്ന ഒരു പ്രധാന ഘടകമാണ്. അതേസമയം അടുത്ത ആഴ്ച മാർക്കറ്റിനെ ഹയർ സൈഡിലേക്ക് നയിക്കാൻ ശേഷിയുള്ള ഫ്രഷ് ട്രിഗറുകളൊന്നും ഇപ്പോൾ ലഭ്യമല്ല എന്നുള്ളതും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ഫാക്റ്റാണ്. ഇനി കഴിഞ്ഞ ആഴ്ചയിലെ സെക്ടോറിയൽ പെർഫോമൻസ് നോക്കിയാൽ ഒട്ടുമിക്ക സെക്ടറുകളും പോസിറ്റീവ് ടെറിട്ടറിയിലായിരുന്നു. ഡിഫൻസ്, ക്യാപിറ്റൽ, റിയാലിറ്റി തുടങ്ങിയ സെക്ടറുകൾ മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചു. ഡിഫൻസ് സെക്ടർ വീക്കിലി ബേസിസിൽ 17%, ക്യാപിറ്റൽ മാർക്കറ്റ് സെക്ടർ 11.5%, റിയാലിറ്റി സെക്ടർ 10.85% ഉയർന്നു. ഇനി അടുത്ത ആഴ്ചയിലേക്കുള്ള നിഫ്റ്റിയുടെ പ്രധാന ലെവലുകൾ മനസ്സിലാക്കാം. കഴിഞ്ഞ ആഴ്ച ഇന്ത്യ വിക്സ് 2.2%-ഓളം ഇടിഞ്ഞത് കഴിഞ്ഞ ആഴ്ച ഇന്ത്യ വിക്സ് 2.02%-ഓളം ഇടിഞ്ഞത് മാർക്കറ്റിൻ്റെ ബുള്ളിഷ് സെൻറ്റിമെൻറ്റിനെ നിലനിർത്തുന്ന ഒരു പ്രധാന ഘടകമാണ്. നിഫ്റ്റിയുടെ ഡെയിലി ക്യാൻഡിൽ പാറ്റേൺ നമ്മൾ പരിശോധിച്ചാൽ അവിടെ ഒരു ചെറിയ ബീറിഷ് ക്യാൻഡിലാണ് ഫോം ചെയ്തതെങ്കിലും മാർക്കറ്റിൽ തുടർന്ന് വരുന്ന ബുള്ളിഷ് ട്രെൻഡ് തുടരാൻ സാധ്യതയുണ്ടെന്നാണ് അനലിസ്റ്റുകൾ പറയുന്നത്. അതിന് പിന്നിലെ ഏറ്റവും പ്രധാന കാരണം ഏപ്രിൽ മാസത്തെ ഇൻഫ്ലേഷൻ 6 വർഷത്തെ ഏറ്റവും താഴ്ന്ന നിരക്കിലേക്ക് എത്തിയതും ഇതിനെ തുടർന്ന് RBIയുടെ മോണിറ്ററി പോളിസി കമ്മിറ്റി മീറ്റിംഗിൽ ഈ വർഷ അവസാനത്തോടുകൂടി 75 മുതൽ 100 ബേസിസ് പോയിൻറ്റിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് വരാൻ സാധ്യതയുള്ളതും ക്രൂഡിൻ്റെ വില വളരെ ആകർഷകമായ നിലയിൽ ലഭിക്കുന്നതും അതോടൊപ്പം തന്നെ മികച്ച മൺസൂൺ വരാൻ സാധ്യതയുണ്ടെന്നുള്ള റിപ്പോർട്ടുമൊക്കെയാണ്. കൂടാതെ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സും ഇന്ത്യൻ മാർക്കറ്റിൽ തുടർച്ചയായ ബൈയിങ് നടത്തുന്നുണ്ട്. ഇതൊക്കെ മാർക്കറ്റിൻ്റെ പോസിറ്റീവ് സെൻറ്റിമെൻറ്റ് നിലനിർത്താൻ ശേഷിയുള്ള ഫാക്ടറുകളായിട്ടാണ് വിലയിരുത്തുന്നത്. നിഫ്റ്റിയുടെ വീക്കിലി ക്യാൻഡിൽ പാറ്റേൺ നമ്മൾ പരിശോധിച്ചാൽ വീക്കിലി ക്യാൻഡിൽ പാറ്റേണിൽ ഒരു ഗ്രീൻ ബുള്ളിഷ് ക്യാൻഡിലാണ് ഫോം ചെയ്തിരിക്കുന്നത്. ഇത് നിഫ്റ്റിയുടെ സ്ട്രെങ്തിനെയും ബ്രേക്കൗട്ടിനെയും ഇൻഡിക്കേറ്റ് ചെയ്യുന്നു. ബ്രേക്കൗട്ടിൻ്റെ പശ്ചാത്തലത്തിൽ ഇൻഡെക്സ് വീക്കിലി ബേസിസിൽ 25,500 മുതൽ 25,800 വരെ ഉയരാൻ സാധ്യതയുണ്ട്. അതേസമയം 24,800, 880 തുടങ്ങിയ സോണുകൾ വരുന്ന ആഴ്ചയിലേക്കുള്ള നിഫ്റ്റിയുടെ പ്രധാന സപ്പോർട്ടായും പ്രവർത്തിക്കും. കഴിഞ്ഞ വീഡിയോകളിൽ റെയിൽവേ സെക്ടറിലെയും ഡിഫൻസ് സെക്ടറിലെയും ഓപ്പർച്യൂണിറ്റികളെക്കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. റെയിൽവേ, ഡിഫൻസ് പോലെ തന്നെ കഴിഞ്ഞ ആഴ്ച മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കുകയും സ്ട്രോങ് റിക്കവറിയുടെ സിഗ്നൽ നൽകിയതുമായ മറ്റൊരു സെക്ടറാണ് ക്യാപിറ്റൽ സർവീസ് സെക്ടർ. ക്യാപിറ്റൽ സർവീസ് സെക്ടർ സ്റ്റോക്ക് മാർക്കറ്റുമായി ബന്ധമുള്ള ബിസിനസ് ആയതുകൊണ്ട് ക്വാർട്ടർലി റിസൾട്ട് സെഷനിൽ ഈ സെക്ടറിൻ്റെ പെർഫോമൻസ് വളരെ മോശമായിരുന്നു. 2025 തുടക്കത്തിൽ, അതായത് ജനുവരി മുതൽ മാർച്ച് വരെയുള്ള ക്വാർട്ടറിൽ മാർക്കറ്റ് അണ്ടർ പെർഫോം ചെയ്യുകയായിരുന്നു. അതിൻ്റെ ഇമ്പാക്റ്റ് മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള സർവീസ് നൽകുന്ന കമ്പനികളിലൊക്കെ പ്രകടമായിരുന്നു. പല കമ്പനികളുടെയും ക്വാർട്ടർലി റിസൾട്ടിലെ പെർഫോമൻസ് നോക്കിയാൽ വളരെ മോശം പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചത്. ബ്രോക്കേജുകളുടെ ഔട്ട്ലുക്ക് മോശമായിരുന്നു. പക്ഷേ ഏപ്രിൽ മാസത്തിന് ശേഷം മാർക്കറ്റിൽ ബോട്ടം ലെവലിൽ നിന്നും റിക്കവറി വരികയും നിഫ്റ്റി 25,000 എന്ന ലെവലിലേക്ക് ഉയർന്നതിൻ്റെയും പശ്ചാത്തലത്തിൽ ക്യാപിറ്റൽ മാർക്കറ്റ് സർവീസ് സെക്ടറിലെ സ്റ്റോക്കുകളും മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുണ്ട്. അതിനുള്ള പ്രധാന കാരണം മാർക്കറ്റ് ഉയരുമ്പോൾ മാർക്കറ്റുമായി ബന്ധപ്പെട്ട സ്റ്റോക്കുകളുടെയും ആക്ടിവിറ്റിയും അല്ലെങ്കിൽ ഈ കമ്പനികളുടെയും റവന്യൂ ഒക്കെ വർദ്ധിക്കും. ഇത് അടുത്ത ക്വാർട്ടർലി റിസൾട്ട് സെഷനിൽ പ്രതിഫലിക്കുകയും ചെയ്യും. ആ രീതിയിലുള്ള ഒരു മൂവ്മെൻ്റ് ആണ് ക്യാപിറ്റൽ സർവീസ് സെക്ടറിലെ സ്റ്റോക്കുകളിൽ പ്രകടമായത്. ഉദാഹരണം CDSL തന്നെ നോക്കാം. കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ CDSL 5.6% ഉയർന്ന് 1412 ക്ലോസിംഗ് നൽകുകയും ചെയ്തു. CDSLൻ്റെ ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനിയുടെ പെർഫോമൻസ് വളരെ മോശമായിരുന്നു. 129 കോടിയിൽ നിന്നും പ്രോഫിറ്റ് 100 കോടിയിലേക്ക് ഇടിയുകയും റവന്യൂ 241 കോടിയിൽ നിന്നും 6.7% ഇടിഞ്ഞ് 224 കോടിയിലേക്ക് എത്തുകയും ചെയ്തു. കൂടാതെ ഈ കമ്പനികൾക്ക് ബ്രോക്കേജ് നൽകിയിരിക്കുന്ന ടാർഗറ്റും വളരെ മോശമായിരുന്നു. മോത്തിലാൽ ഒസ്വാൾ ന്യൂട്രൽ എന്ന റേറ്റിംഗും 1150 രൂപയുടെ ടാർഗറ്റുമാണ് നൽകിയത്. CDSLൻ്റെ ഓപ്പറേറ്റിംഗ് റവന്യൂ ഇയർ ഓൺ ഇയറിൽ 7%, ക്വാർട്ടർ ടു ക്വാർട്ടറിൽ 19% ഇടിഞ്ഞതും പുതിയ IPOകൾ ആക്ടിവിറ്റി ഒന്നും മാർക്കറ്റിൽ വരാത്തതിൻ്റെയും റീറ്റെയിലർ ഇൻവെസ്റ്റേഴ്സ് മാർക്കറ്റിൽ നിന്നും വിട്ടു നിൽക്കുന്നതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് മോത്തിലാൽ ഒസ്വാൾ CDSL എന്ന സ്റ്റോക്കിന് 1150 രൂപയുടെ ടാർഗറ്റ് നൽകിയത്. അതുപോലെ തന്നെ നവൂമയും CDSLന് ഹോൾഡ് എന്ന റേറ്റിംഗും 1400 രൂപയുടെ ടാർഗറ്റുമാണ് നൽകിയത്. ഓവറാൾ മാർക്കറ്റ് പാർട്ടിസിപ്പേഷനിലും ഓളിയത്തിലും ഉണ്ടായ ഇടിവിൻ്റെ പശ്ചാത്തലത്തിലാണ് നവൂമ ഹോൾഡ് എന്ന റേറ്റിംഗും 1400 രൂപയുടെ ടാർഗറ്റ് നൽകിയത്. അതേസമയം മാർക്കറ്റ് റിക്കവർ ആയതിനനുസരിച്ച് CDSL എന്ന സ്റ്റോക്കിലും റിക്കവറി വന്നു. CDSL ബ്രേക്കൗട്ട് സോണിലേക്ക് എത്തുകയും ചെയ്തു. 1400 ഒരു പ്രധാന റെസിസ്റ്റൻസ് ആയിരുന്നു. 1400 എന്ന റെസിസ്റ്റൻസിനെ സ്റ്റോക്ക് കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ ബ്രേക്കൗട്ട് ചെയ്തു. വരും സമയങ്ങളിൽ സ്റ്റോക്ക് 1350 എന്ന ട്രെൻഡ് ലൈൻ സപ്പോർട്ടിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ 1500, 1680 തുടങ്ങിയ ലെവലുകളിലേക്ക് ഉയർന്നു
ഉയർന്നേക്കാം. ഓൾ ടൈം ഹൈയിൽ നിന്നും ഹെവി ഡിസ്കൗണ്ടിൽ ലഭിക്കുന്ന സ്റ്റോക്ക് ആയതുകൊണ്ടും ഫണ്ടമെൻ്റലി വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു കമ്പനി ആയതുകൊണ്ടും CDSL എന്ന സ്റ്റോക്കിനെയും നമ്മൾക്ക് പരിഗണിക്കാവുന്നതാണ്. ഇതേ സെക്ടറിലെ തന്നെ ഏഞ്ചൽ വൺ എന്ന സ്റ്റോക്ക് കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ 8.5% ഉയർന്ന് 2788 ക്ലോസിംഗ് നൽകിയത്. ഓൾ ടൈം ഹൈ 3503. ഓൾ ടൈം ഹൈയിൽ നിന്നും ഡിസ്കൗണ്ടിൽ ലഭിക്കുന്ന സ്റ്റോക്കാണ്. കമ്പനി ഡെപ്പോസിറ്ററി സർവീസ്, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് മ്യൂച്വൽ ഫണ്ട്, ഇൻസ്റ്റിറ്റ്യൂഷണൽ ബ്രോക്കിംഗ്, ഹൈ മാർജിൻ ട്രേഡ് ഫെസിലിറ്റി തുടങ്ങിയവ പ്രൊവൈഡ് ചെയ്യുന്ന സ്റ്റോക്ക് മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ളതും ഫിനാൻഷ്യൽ സർവീസ് സെക്ടറിലെയും ഒരു കമ്പനിയാണ്. ROE 27%, ROCE 25%. ക്വാർട്ടർലി റിസൾട്ട് സെഷനിലെ പെർഫോമൻസ് മോശമായിരുന്നു. ഇയർ ഓൺ ഇയറിൽ സെയിൽസ് 1387 നിന്നും 1056 ഇടിയുകയും ക്വാർട്ടർ ടു ക്വാർട്ടറിൽ 1262 നിന്നും 1056 സെയിൽസ് ഇടിയുകയും ചെയ്തു. 39% നിന്നും 32% ഓപ്പറേറ്റിംഗ് മാർജിൻ ഇടിയുകയും നെറ്റ് പ്രോഫിറ്റ് 340 കോടിയിൽ നിന്ന് 175 കോടിയിലേക്ക് ഇയർ ഓൺ ഇയറിലും 281 കോടിയിൽ നിന്ന് 175 കോടിയിലേക്ക് ക്വാർട്ടർ ടു ക്വാർട്ടറിലും ഇടിയുകയും ചെയ്തു. 3 വർഷത്തെ കോമ്പൗണ്ടഡ് സെയിൽസ് ഗ്രോത്ത് 32%, പ്രോഫിറ്റ് ഗ്രോത്ത് 23%, ROE 36%-അടുത്തുമാണ്. 3414 കോടി രൂപയുടെ കടമുള്ള കമ്പനിക്ക് മുകളിൽ 5531 കോടി രൂപയുടെ റിസർവ് ഉണ്ട്. പ്രൊമോട്ടേഴ്സിന് 35% സ്റ്റേക്ക് ഹോൾഡിംഗ്, FIസിൻ്റെ സ്റ്റേക്ക് ഹോൾഡിംഗ് 33%, DIസിൻ്റെ സ്റ്റേക്ക് ഹോൾഡിംഗ് 14%. കമ്പനിയിൽ പബ്ലിക്കിൻ്റെ സ്റ്റേക്ക് ഹോൾഡിംഗ് 36 നിന്ന് 37% ഉയർന്നിട്ടുണ്ട്. ഏഞ്ചൽ വണ്ണിൻ്റെ ചാർട്ട് പാറ്റേൺ നമ്മൾ പരിശോധിച്ചാലും റൗണ്ടിംഗ് ബോട്ടം രീതിയിലുള്ള ഒരു ട്രെൻഡ് റിവേഴ്സൽ സെറ്റപ്പ് നമ്മൾക്ക് കാണാൻ സാധിക്കും. 2800-നടുത്ത് ട്രേഡ് ചെയ്യുന്ന സ്റ്റോക്കിൻ്റെ റെസിസ്റ്റൻസ് 200 പോയിന്റ് ഉയർന്ന്, അതായത് 3000-നടുത്താണ്. അതുകൊണ്ട് ഏഞ്ചൽ വൺ എന്ന സ്റ്റോക്കിലും ഓപ്പർച്യൂണിറ്റി ഉണ്ട് എന്ന് നമ്മൾക്ക് കാണാം. മോത്തിലാൽ ഒസ്വാൾ മറ്റൊരു സ്റ്റോക്കാണ്. ഇതുവരെ പ്രോഫിറ്റിൽ തുടരുന്ന ഒരു കമ്പനി. ഈ ക്വാർട്ടറിൽ മോത്തിലാൽ ഒസ്വാൾ ലോസ് ആണ് റിപ്പോർട്ട് ചെയ്തത്. എന്നിട്ടും കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് 5% ഉയർന്ന് 795-നടുത്ത് ക്ലോസിംഗ് നൽകി. 52 വീക്ക് ഹൈ 1064, 52 വീക്ക് ലോ 474. സ്റ്റോക്ക് 795-നടുത്ത് ട്രേഡ് ചെയ്യുന്നു. ROE 21.4, ROCE 17.8. ക്വാർട്ടർലി റിസൾട്ട് സെഷനിൽ ഇയർ ഓൺ ഇയറിൽ സെയിൽസ് 1484 കോടിയിൽ നിന്നും 821 കോടിയിലേക്കും ക്വാർട്ടർ ടു ക്വാർട്ടറിൽ 1237 നിന്നും 821 കോടിയിലേക്കും ഇടിഞ്ഞു. നെറ്റ് പ്രോഫിറ്റ് 516 കോടിയിൽ നിന്നും 8 കോടി രൂപയുടെ ലോസിലേക്കാണ് എത്തിയിരിക്കുന്നത്. ക്വാർട്ടർ ടു ക്വാർട്ടർ നോക്കിയാൽ 289 കോടി രൂപയുടെ പ്രോഫിറ്റിൽ നിന്നും 8 കോടി രൂപയുടെ ലോസിലേക്ക് എത്താനുള്ള ഏറ്റവും പ്രധാന കാരണം ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിലുണ്ടായിരിക്കുന്ന ഇടിവും എക്സ്പെൻസിലുണ്ടായിരിക്കുന്ന വർധനവുമാണ്. മോത്തിലാൽ ഒസ്വാളിൻ്റെ 3 വർഷത്തെ സെയിൽസ് ഗ്രോത്ത് 28%, പ്രോഫിറ്റ് ഗ്രോത്ത് 25%, ROE 22%. ക്വാർട്ടർലി റിസൾട്ടിൽ അല്ലെങ്കിൽ മോത്തിലാൽ ഒസ്വാൾ എന്ന സ്റ്റോക്ക് അണ്ടർ പെർഫോം ചെയ്തിട്ടും FI സ്റ്റേക്ക് ഹോൾഡിംഗ് 5.8 നിന്നും 6.01 ഉയർത്തിയിട്ടുണ്ട്. DIസിന് 5%, പ്രൊമോട്ടേഴ്സിന് 68% സ്റ്റേക്ക് ഹോൾഡിംഗ് ആണുള്ളത്. കമ്പനിയിൽ പബ്ലിക് സ്റ്റേക്ക് ഹോൾഡിംഗും ഉയർന്നിട്ടുണ്ട്. അട്രാക്റ്റീവ് ആയിട്ടുള്ള ക്യാൻഡിൽ പാറ്റേൺ നമുക്ക് കാണാൻ സാധിക്കും. ടെക്നിക്കലി നോക്കുകയാണെങ്കിൽ ഒരു ബ്രേക്ക്ഔട്ട് ട്രേഡിംഗ് സെറ്റപ്പ് സ്റ്റോക്കിൽ ഫോം ചെയ്ത് കഴിഞ്ഞു. കപ്പ് ആൻഡ് ഹാൻഡിൽ രീതിയിലുള്ള ബുള്ളിഷ് ക്യാൻഡിൽ പാറ്റേൺ ആണ് സ്റ്റോക്കിൽ വന്നത്. കൂടാതെ ഒരു പ്രധാന റെസിസ്റ്റൻസ് ആയ 750 എന്ന റെസിസ്റ്റൻസിനെ സ്റ്റോക്ക് ബ്രേക്ക് ചെയ്യുകയും ചെയ്തു. സ്റ്റോക്കിൽ ഹയർ സൈഡ് പൊട്ടൻഷ്യലും ഹയർ സൈഡ് മൊമെൻറ്റവും നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇതുപോലെ തന്നെ സമാനമായ ക്യാൻഡിൽ പാറ്റേൺ ആണ് ക്യാംസ് എന്ന സ്റ്റോക്കിലും കാണുന്നത്. ഒരു ഓൾ ടൈം ഹൈയിൽ നിന്നും കറക്ഷനിലേക്ക് എത്തുകയും കറക്ഷന് ശേഷം സ്റ്റോക്ക് റൗണ്ടിംഗ് ബോട്ടം രീതിയിലുള്ള ക്യാൻഡിൽ പാറ്റേൺ ഫോം ചെയ്ത് ഒരാഴ്ച കൊണ്ട് മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കുകയും ചെയ്തു. ഈ സ്റ്റോക്കുകളെല്ലാം അവരുടെ ബുള്ളിഷ് ടെറിട്ടറിയിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ്. 4000 ക്യാംസിൻ്റെ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് ആയി പ്രവർത്തിക്കും. അതിനുശേഷം ബ്രേക്ക്ഔട്ട് ട്രേഡിംഗ് പോയിന്റ് ഓഫ് വ്യൂ സ്റ്റോക്ക് 4200, 4300 തുടങ്ങിയ ലെവലുകളിലേക്കും ഉയരാൻ സാധ്യതയുണ്ട്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്